ചരക്കു നീക്ക ഭൂപടത്തിലേക്ക് വിഴിഞ്ഞമെന്ന വിസ്മയം കുതിച്ചുയരുമ്പോൾ അതിന് വേഗത കൂട്ടാൻ ഇന്ത്യൻ റെയിൽവേയും നേരിട്ടെത്തുന്നു. സാമ്പത്തിക പ്രതിസന്ധികൾ മറികടന്ന വിഴിഞ്ഞം റെയിൽപാത കേന്ദ്രത്തിന്റെ ഗതിശക്തി മാസ്റ്റർ പ്ലാനിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തേക്കുള്ള റെയിൽ കണക്ടിവിറ്റി പദ്ധതിയുടെ നിർമ്മാണവും അറ്റകുറ്റപ്പണികളും സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക കമ്പനിയായ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ് നിർവഹിക്കുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ് അറിയിച്ചു. എന്നാൽ ഈ പാതയിൽ ട്രെയിനുകൾ ഓടിക്കുന്നതും ചരക്ക് ഗതാഗതം പൂർണ്ണമായി നിയന്ത്രിക്കുന്നതും ഇന്ത്യൻ റെയിൽവേ ആയിരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. പാർലമെന്റിൽ പി സുനീർ എംപിയുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. പദ്ധതിയുടെ ഭൂമി ഏറ്റെടുക്കൽ ഏറെക്കുറെ പൂർത്തിയായ സാഹചര്യത്തിൽ പാതയുടെ നിർമ്മാണവും നടത്തിപ്പും റെയിൽവേ നേരിട്ട് ഏറ്റെടുക്കുമോ എന്നായിരുന്നു എംപിയുടെ പ്രധാന ചോദ്യം. സംസ്ഥാന സർക്കാർ തുടക്കമിട്ട പദ്ധതിയാണെങ്കിലും നിർമ്മാണം പൂർത്തിയാക്കുമ്പോൾ ഇതിന്റെ നടത്തിപ്പും അറ്റകുറ്റപ്പണികളും റെയിൽവേ ഏറ്റെടുക്കാൻ തയ്യാറാകുമോ എന്നും അദ്ദേഹം ചോദിച്ചു. ഇതിനുള്ള മറുപടിയിലാണ് കേന്ദ്രമന്ത്രി നിലപാട് വ്യക്തമാക്കിയത്. വിഴിഞ്ഞം തുറമുഖത്തെ ഇന്ത്യൻ റെയിൽവേ ശൃംഖലയുമായി യാതൊരു തടസ്സങ്ങളുമില്ലാതെ ബന്ധിപ്പിക്കുന്ന ഈ അതിപ്രധാന പദ്ധതി പ്രധാനമന്ത്രി ഗതിശക്തി നാഷണൽ മാസ്റ്റർ പ്ലാനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. ബിസാക് പോർട്ടൽ വഴിയാണ് ഈ പദ്ധതി ഗതിശക്തിയുടെ ഭാഗമാക്കിയത്. ദക്ഷിണ റെയിൽവേ ശൃംഖലയിലെ തിരുവനന്തപുരം നാഗർകോവിൽ പാതയിലുള്ള ബാലരാമപുരം സ്റ്റേഷനുമായാണ് വിഴിഞ്ഞം തുറമുഖത്തെ പുതിയ ലൈൻ വഴി ബന്ധിപ്പിക്കുന്നത്. 10.7 കിലോമീറ്റർ ദൈർഘ്യമാണ് ഈ റെയിൽ പാതയ്ക്കുള്ളത്. ഇതിൽ വലിയൊരു ഭാഗം ഭൂഗർഭ തുരങ്കത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നത് പദ്ധതിയുടെ മറ്റൊരു പ്രധാന സവിശേഷതയാണ്. റെയിൽവേ മന്ത്രാലയത്തിന്റെ പൊതു സ്വകാര്യ പങ്കാളിത്ത നയപ്രകാരമാണ് വിഴിഞ്ഞം റെയിൽ കണക്ടിവിറ്റി പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതിനായി ദക്ഷിണ റെയിൽവേയും കേരള സർക്കാരിന് കീഴിലുള്ള വിസിലും തമ്മിൽ നേരത്തെ തന്നെ പ്രത്യേക കരാറിൽ ഒപ്പുവച്ചിട്ടുണ്ട്. ഈ കരാറിലെ വ്യവസ്ഥകൾ പ്രകാരം ഇന്ത്യൻ റെയിൽവേയുടെ കർശന മേൽനോട്ടത്തിൽ പാതയുടെ നിർമ്മാണവും അറ്റകുറ്റപ്പണികളും വിസിലായിരിക്കും നിർവഹിക്കുക. പാത പൂർത്തിയാകുന്നതോടെ ട്രെയിനുകളുടെ ഗതാഗതം റെയിൽവേ പൂർണ്ണമായി ഏറ്റെടുക്കുമെന്നും മന്ത്രി മറുപടിയിൽ പറയുന്നു. പാതയുടെ നീളമെന്നത് തിരുവനന്തപുരം നാഗർകോവിൽ റൂട്ടിലെ ബാലരാമം റെയിൽവേ സ്റ്റേഷനെ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധിപ്പിക്കുന്ന 10.7 കിലോമീറ്ററാണ്. ഈ പാതയിൽ വലിയൊരു ഭാഗം, അതായത് ഏകദേശം 7 കിലോമീറ്ററോളം ഭൂഗർഭ തുരങ്കത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡാണ് പദ്ധതിയുടെ DPR-ഉം മേൽനോട്ടവും നിർവഹിക്കുന്നത്. നിർമ്മാണ ചുമതലയും പരിപാലനവും സാമ്പത്തിക പ്രയാസങ്ങളില്ലാതെ വേഗത്തിൽ പൂർത്തിയാക്കാൻ റെയിൽവേയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാക്കിയിട്ടുണ്ട്. ട്രെയിൻ സർവീസുകളുടെ നടത്തിപ്പും ഗതാഗത നിയന്ത്രണവും പൂർണ്ണമായും ഇന്ത്യൻ റെയിൽവേയുടെ ചുമതലയിലായിരിക്കും. കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡ് ഈ പദ്ധതിക്കായി 913.77 കോടി രൂപയുടെ പ്രധാന EPC ടെൻഡർ വിളിച്ചിട്ടുണ്ട്. ഈ ടെൻഡർ ഓഗസ്റ്റ് മാസത്തോടെ പൂർത്തിയാകുന്നതോടെ നിർമ്മാണ കരാർ അന്തിമമാകും. ബാലരാമപുരം ഭാഗത്തെ സ്ഥലമേറ്റെടുക്കൽ നടപടികൾ ഇതിനകം പൂർത്തിയായി കഴിഞ്ഞു. വിഴിഞ്ഞം ഭാഗത്തെ ഭൂമി ഏറ്റെടുക്കൽ അവസാന ഘട്ടത്തിലാണ്. പദ്ധതിയുടെ നിർമ്മാണ കാലാവധി കരാർ ഒപ്പിടുന്നത് മുതൽ 36 മാസമാണ്. കേന്ദ്ര പദ്ധതിയുടെ ഭാഗമായതോടെ 2028 ഡിസംബറിനുള്ളിൽ പാത പൂർണ്ണമായും സജ്ജമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തുറമുഖത്തിൽ നിന്നുള്ള ചരക്കുകൾ അതിവേഗം ഇന്ത്യയുടെ വിവിധ വ്യവസായിക കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കാനും റോഡ് മാർഗമുള്ള തിരക്ക് കുറയ്ക്കാനും സഹായിക്കുന്നതാണ് ഈ പദ്ധതി. ചരക്കുകളുമായി എത്തുന്ന വലിയ ട്രെയിനുകൾക്ക് നഗരത്തിലെ തിരക്കുകളിൽ പെടാതെ നേരിട്ട് തുറമുഖത്തേക്ക് പ്രവേശിക്കാൻ ഇത് സഹായിക്കും. സിംഗിൾ ലൈൻ ബ്രോഡ്ഗേജ് റെയിൽ സംവിധാനമാണ് ഇതിനായി ഒരുങ്ങുന്നത്. ഇത് ഭാവിയിൽ ഇന്ത്യൻ റെയിൽവേയുടെ പ്രധാന ചരക്ക് നീക്ക ശൃംഖലകളുമായി വിഴിഞ്ഞത്തെ എളുപ്പത്തിൽ ബന്ധിപ്പിക്കും. റെയിൽവേ കണക്ടിവിറ്റി യാഥാർത്ഥ്യമാകുന്നതോടെ നാഷണൽ ഹൈവേയിലെ കണ്ടെയ്നർ ലോറികളുടെ തിരക്ക് വൻതോതിൽ കുറയും. ഇത് തലസ്ഥാന നഗരിയിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ സഹായിക്കും. വിഴിഞ്ഞം ഒരു ഡീപ് വാട്ടർ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനൽ ആയതിനാൽ കപ്പലുകളിൽ നിന്നിറക്കുന്ന കണ്ടെയ്നറുകൾ റെയിൽവേ വഴി നേരിട്ട് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കാൻ ഈ പാത അത്യന്താപേക്ഷിതമാണ്. നിലവിൽ റെയിൽപാത നിർമ്മാണം ആരംഭിക്കുന്നത് വരെയുള്ള ചരക്ക് നീക്കം പൂർണ്ണമായും റോഡ് മാർഗത്തിലൂടെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. വിഴിഞ്ഞം ഒരു ആഗോള ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബായി വളരുമ്പോൾ ഈ റെയിൽപാത ഇന്ത്യൻ വിപണികളിലേക്കുള്ള പ്രവേശന കവാടമായി മാറും. ചുരുക്കത്തിൽ ഈ പദ്ധതി കേവലം ഒരു റെയിൽവേ ലൈൻ നിർമ്മാണമല്ല, മറിച്ച് ഇന്ത്യയുടെ ചരക്കു നീക്ക മേഖലയെ ആഗോളതലത്തിലേക്ക് ഉയർത്തുന്ന അത്യന്തം തന്ത്രപ്രധാനമായ ഒരു ചുവടുവെപ്പാണ്. നിർദ്ദിഷ്ട സമയപരിധിക്കുള്ളിൽ പദ്ധതി പൂർത്തിയാകുന്നത് വഴി കേരളത്തിന്റെ സാമ്പത്തിക രംഗത്തും വലിയൊരു വികസന കുതിച്ചുചാട്ടം പ്രകടമാകും. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.